ഹായ് എവരി വൺ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ 2025 ജനുവരി കഴിഞ്ഞിട്ട് ഓസ്ട്രേലിയ വരാനിരിക്കുന്ന ഒരു സ്റ്റുഡൻ്റ് ആണെങ്കിൽ അവരുടെ സ്റ്റുഡൻറ്റ് വിസേനെ അഫക്റ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ അതിനകത്ത് വന്നിരിക്കുന്ന ഒരു മാറ്റത്തിനെ പറ്റിയിട്ടാണ് ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്നത്. അതായത് കുറേ പേര് എന്നോട് സ്റ്റുഡൻറ്റ് വിസ എത്ര നാളെടുക്കും, പ്രോസസ്സിങ് ടൈമും സക്സസ് റേറ്റും ഇതിനെപ്പറ്റിയൊക്കെ കുറേ പേര് ഡൗട്ട് ചോദിക്കാറുണ്ട്. അപ്പോൾ അത് നമുക്ക് കറക്റ്റായിട്ട് എങ്ങനെ അറിയാം എന്നുള്ള രീതിയിൽ വലിയൊരു മാറ്റമായിട്ട് ഓസ്ട്രേലിയൻ ഗവൺമെൻറ് പുതിയൊരു പ്ലാൻ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. അതാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ നമുക്ക് മടിച്ച് നിൽക്കാതെ മെയിൻ വീഡിയോയിലേക്ക് കിടക്കാം. ലെറ്റ്സ് മൂവ് ടു ദ വീഡിയോ. വന്ന മേജർ മാറ്റം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഓസ്ട്രേലിയ മിനിസ്റ്റർ ഡയറക്ഷൻ 107 മാറ്റി മിനിസ്റ്റർ ഡയറക്ഷൻ 111 ഇൻട്രൊഡ്യൂസ് ചെയ്തു എന്നാണ്. അത് സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ, ഇത്ര നാൾ നമ്മൾ പറഞ്ഞ വലിയൊരു ന്യൂസായിരുന്നു. ഇൻ്റർനാഷണൽ സ്റ്റുഡൻസിൻ്റെ എണ്ണം കുറയ്ക്കുന്നു, അല്ലെങ്കിൽ ഇൻ്റർനാഷണൽ സ്റ്റുഡൻസിൻ്റെ എണ്ണത്തിലൊരു ക്യാപ്പ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു, ഇൻ്റർനാഷണൽ സ്റ്റുഡൻസ് ഇനി വരുന്നത് ഭയങ്കര ശോകമായിരിക്കും എന്നൊക്കെയുള്ള രീതിയിൽ കുറേ ന്യൂസ് കേട്ടിരുന്നു. അത് ഇവർ പാർലമെൻറ്റിൽ അവതരിപ്പിച്ചപ്പോൾ പാർലമെൻറ്റിലെ ആളുകൾ പറഞ്ഞു അത് പറ്റത്തില്ല, അങ്ങനെ ഇൻ്റർനാഷണൽ സ്റ്റുഡൻസിൻ്റെ എണ്ണത്തിൽ ഡയറക്റ്റ്ലി ക്യാപ്പ് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞിട്ട് അവരത് സമ്മതിച്ചില്ല. അപ്പോൾ അവർ പറഞ്ഞൊരു സംഭവമാണ്, അതിന് പകരം വേറൊരു സംഭവം ഇൻട്രൊഡ്യൂസ് ചെയ്യാമെന്നും പറഞ്ഞ് വേറൊരു സംഭവം ഇൻട്രൊഡ്യൂസ് ചെയ്തതാണ് 111 എന്ന് പറഞ്ഞ മിനിസ്റ്റർ ഡയറക്ഷൻ. അതിനകത്ത് എന്നാ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഓസ്ട്രേലിയയിലുള്ള എല്ലാ യൂണിവേഴ്സിറ്റിക്കും ഒരു സ്പെസിഫിക് നമ്പർ ഓഫ് സീറ്റ്സ് അവർ അലോക്കേറ്റ് ചെയ്തേക്കുവാണ്. അതായത് ഞാനിപ്പോൾ പറയുവാണെങ്കിൽ, ഇപ്പോൾ UWക്ക് 100 സീറ്റ്, കട്ടിന് 200 സീറ്റ്, മഡോക്കിന് 300 സീറ്റ്, അങ്ങനെയുള്ള രീതിയിൽ എക്സാമ്പിൾ പോലെ പറയുവാണെങ്കിൽ അങ്ങനെ സീറ്റ്സ് നമ്പർ അലോക്കേറ്റ് ചെയ്താൽ, അപ്പോൾ അത്രയും നമ്പർ ഓഫ് ആപ്ലിക്കേഷനാണ് അല്ലെങ്കിൽ അത്രയും നമ്പർ ഓഫ് സീറ്റ്സാണ് ആ ഒരു യൂണിവേഴ്സിറ്റിയിൽ അലൗഡ് ആയിട്ടുള്ളൂ. അത് ഞാനിപ്പോൾ പറയാൻ കാര്യം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് ഡയറക്റ്റ്ലി ലിങ്ക് ചെയ്തേക്കുന്ന ഓരോ സ്റ്റുഡൻറ്റ് വിസയുടെയും പ്രോസസ്സിംഗ് ടൈമിലോട്ടാണ്. ഇതെങ്ങനെ ഈ പ്രോസസ്സിംഗ് ടൈമിനെ അഫക്റ്റ് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഓരോ യൂണിവേഴ്സിറ്റിക്കും നമ്പർ ഓഫ് സീറ്റ്സ് അലൗ ചെയ്തിട്ടുണ്ട്. അതിനകത്ത് ആദ്യത്തെ 80% സീറ്റ്സിൽ നിങ്ങൾ ആപ്ലിക്കേഷൻ വയ്ക്കുവാണെങ്കിൽ അത് പെട്ടെന്ന് നിങ്ങൾക്ക് വിസ പ്രോസസ്സിംഗ് വരും, അല്ലെങ്കിൽ അത് പ്രയോറിറ്റി ലിസ്റ്റിലായിരിക്കും. ഒരു യൂണിവേഴ്സിറ്റിയുടെ 80% സീറ്റ്സും ഫില്ലായി കഴിഞ്ഞാൽ ബാക്കി 20% വരുന്നത് സ്റ്റാൻഡേർഡ് ലിസ്റ്റിങ്ങിലായിരിക്കും. അന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ വിസ പ്രോസസ്സിങ് കുറച്ച് കൂടുതൽ സമയമെടുക്കും. അപ്പോൾ പ്രയോറിറ്റി ലിസ്റ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആ യൂണിവേഴ്സിറ്റിയുടെ ആദ്യത്തെ 80% സീറ്റ് ഫില്ലാവുന്നവരെ പ്രയോറിറ്റി ലിസ്റ്റിംഗ് ആണ്. അതിൻ്റെ അർത്ഥം നിങ്ങളുടെ വിസ ഒരു മാസത്തിനുള്ളിൽ തന്നെ നിങ്ങളുടെ കൈ കിട്ടും. ബാക്കി വരുന്ന 20%, അവസാനത്തെ 20% സീറ്റ്സാണ് ആ യൂണിവേഴ്സിറ്റിയിൽ ബാക്കിയുള്ളെങ്കിൽ അതിൻ്റെ അർത്ഥം നിങ്ങളുടെ വിസ വരാൻ കുറേ സമയം എടുക്കും. ഒരു മാസത്തിൽ കൂടുതൽ, മിനിമം ഒരു മാസം എടുക്കും എന്നാണ് പറയുന്നത്. അതായത് അതിൽ കൂടുതൽ നല്ല സമയം എടുക്കും. അപ്പോൾ അതെന്തിനാണ് ഇവരിങ്ങനെ പറയണതെന്ന് വെച്ച് കഴിഞ്ഞാൽ, അപ്പം ഞാൻ നിങ്ങൾക്ക് അതിൻ്റെ ലിങ്ക് ഇവിടെ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അതിനകത്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും ഓരോ യൂണിവേഴ്സിറ്റിക്കും എത്ര സീറ്റ്സാണ് അലൗഡ് ആയിട്ടുള്ളതെന്ന്. ഇപ്പോൾ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ, കുറേ സീറ്റ്സുള്ള യൂണിവേഴ്സിറ്റി എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് വിസ വരാനുള്ള ചാൻസ് കൂടുതലാണ്. ഇപ്പം നിങ്ങളോർക്കും എങ്ങനെ അറിയാം എത്ര ശതമാനം ഫില്ലായെന്ന്. എത്ര ശതമാനം ഫില്ലായെന്ന് അറിയാൻ നിങ്ങൾ ജസ്റ്റ് യൂണിവേഴ്സിറ്റിക്ക് മെയിൽ അയച്ചാൽ മതി. ഇപ്പം നിങ്ങളുടെ മനസ്സിൽ ഏതെങ്കിലും യൂണിവേഴ്സിറ്റി ഉണ്ട്, നിങ്ങളുടെ മനസ്സിൽ ഇപ്പോൾ UW ഉണ്ട്, അല്ലെങ്കിൽ RMIT ഉണ്ട്, അവർക്ക് ഡയറക്റ്റ്ലി ഇമെയിൽ അയച്ച് വെച്ചിട്ട് ചോദിക്കുക എത്ര സീറ്റ്സ് ഇതിന് ഫില്ലായി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർ സിമ്പിളായിട്ട് നിങ്ങൾക്ക് ഇമെയിൽ റിപ്ലൈ തരും, ഇത്ര സീറ്റ്സ് ഫില്ലായെന്ന്. അപ്പം നിങ്ങൾക്ക് തോന്നുകയാണ് നിങ്ങൾ പോകാൻ ഉദ്ദേശിക്കുന്ന യൂണിവേഴ്സിറ്റിയുടെ 80% സീറ്റും ഫില്ലായി കഴിഞ്ഞാൽ നിങ്ങൾ ഉറപ്പിച്ചോ ബാക്കി 20% സീറ്റ്സിന് കുറേ സമയം എടുക്കും. അപ്പം മാക്സിമം നിങ്ങൾ ഈ 80% ഫില്ലാവണതിന് മുന്നേ തന്നെ ആപ്ലിക്കേഷൻ വയ്ക്കാനായിട്ട് ശ്രമിക്കുക, അല്ലെങ്കിൽ വിസ വരാൻ കുറേ സമയമെടുക്കും. അതാണ് ഇവരുടെ പുതിയ മാറ്റം എന്ന് പറഞ്ഞാൽ. ഇനി സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ UWക്ക് നിങ്ങൾ അപ്ലൈ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഒരാളാണ്. UWയിൽ 100 സീറ്റ്സാണ് ഗവൺമെൻറ് കൊടുത്തേക്കണേന്ന് വെക്കുക എക്സാമ്പിൾ. അതിനകത്ത് 80% സീറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രയോറിറ്റിയും 20% എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റാൻഡേർഡുമാണ്. അപ്പം 100ൻ്റെ 80% എന്ന് പറഞ്ഞാൽ എത്ര? 80 സീറ്റ്. അപ്പോൾ അതിനകത്ത് നിങ്ങൾ അവർക്ക് മെയിൽ അയക്കുമ്പോൾ അവർ പറയുവാണ് 70 സീറ്റ് ഫില്ലായിട്ടുള്ള അർത്ഥം നിങ്ങൾ വിസയ്ക്ക് ആപ്ലിക്കേഷൻ വെച്ച് കഴിഞ്ഞാൽ കുറച്ചുകൂടി പെട്ടെന്ന് കിട്ടാൻ ചാൻസ് ഉണ്ട്. അതായത് അത് 80% താഴെ ആയതുകൊണ്ട്. പക്ഷെ അവർ പറയാണ് 92 90% ഫില്ലായി എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? ബാക്കി 80% കൂടുതലായി ഓൾറെഡി അവരുടെ സീറ്റ്സ് ഫില്ലായി. അപ്പം നിങ്ങൾക്ക് വിസ ആപ്ലിക്കേഷൻ വെച്ച് കഴിഞ്ഞാൽ ആവാനുള്ള ചാൻസ് നന്നായിട്ടുണ്ട്. അപ്പം മാക്സിമം ഒരു യൂണിവേഴ്സിറ്റിക്ക് അപ്ലൈ ചെയ്യാൻ നേരത്ത് 80% സീറ്റ് ഫില്ലാവണതിന് മുന്നേ തന്നെ അപ്ലൈ ചെയ്യുക. അപ്പോൾ നമ്മുടെ കയ്യിൽ പെട്ടെന്ന് വിസ കിട്ടും. ഇതാണ് ഈ ഒരു മേജർ മാറ്റം എന്ന് ഞാൻ പറഞ്ഞത്. അപ്പോൾ ഇത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും ഹെൽപ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. ചെറിയൊരു വീഡിയോ ആണ്. അപ്പോൾ എല്ലാവരും നമ്മുടെ ഈ ചാനൽ സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നമ്മുടെ ഇൻസ്റ്റാഗ്രാമും ഫോളോ ചെയ്യുക. ഇൻസ്റ്റാഗ്രാമിലും ഞാൻ ഷോർട്ട് വീഡിയോസ് ഇത് റിലേറ്റഡ് പോസ്റ്റ് ചെയ്യാറുണ്ട്. വേറെ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക. ഇനി കാണുന്നവരെ ബൈ ബൈ.